ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മളിന്ന് നോക്കുന്നത് ഒരു നവോത്ഥാന നായികയാണ് എ.വി. കുട്ടിമാളുമ്മ. അപ്പോൾ എ.വി. കുട്ടിമാളുമ്മ അമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ നോക്കാം. ഒരു ചെറിയൊരു ടോപ്പിക്കാണ് എ.വി. കുട്ടിമാളുമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ.വി. കുട്ടിമാളു അമ്മ ജനിക്കുന്നത് 1905 ഏപ്രിൽ 23. ഓർത്തു വയ്ക്കാം, 1905 ഏപ്രിൽ 23 ജനിക്കുന്നത്. സ്ഥലം എവിടെ? ജന്മസ്ഥലം മലബാർ പ്രവിശ്യയിലെ പൊന്നാനി താലൂക്കിലെ ആനക്കര വടക്കത്ത് വീട്. ഓക്കെ, ആനക്കര വടക്കത്ത് വീട്. ഓർത്തിക്ക, ആനക്കര വടക്കത്ത് വീട്. ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എ.വി. കുട്ടിമാളു അമ്മയുടെ അച്ഛന്റെ പേര് ഗോവിന്ദമേനോനാണ്. പെരുമ്പിലാവിൽ ഗോവിന്ദമേനോൻ. അമ്മയുടെ പേര് അമ്മു എന്നാണ്. ഇത് അവരുടെ മൂത്ത മകളാണ് ആര്? എ.വി. കുട്ടിമാളു അമ്മ. 1930 വിദേശ ഇറക്കുമതിക്കെതിരെ ഖാദി അഥവാ കൈത്തറി തുണി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ കുട്ടിമാളുമ്മ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു 1930. ഓക്കെ, മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിൽ നേതൃത്വം നൽകിയ വനിതയാണ് എ.വി. കുട്ടിമാളുമ്മ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 1931 കോഴിക്കോട് വിദേശ വസ്ത്രശാലകൾ അടപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് എ.വി. കുട്ടിമാളുമ്മ. ഏത് വർഷമാണ്? 1931. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 1932 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനിടെ 56 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് ആദർശത്തിന്റെ പേരിൽ തടവറയിലേക്ക് പോയ വനിതയാണ് ആരെന്ന് പറയുന്നത്? എ.വി. കുട്ടിമാളുമ്മ. സ്ഥിരമായിട്ട് PSC ചോദിച്ചിരുന്ന ചോദ്യമാണ്, റാങ്ക് മേക്കിംഗ് ചോദ്യം കൂടിയായിരുന്നു. 1932 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനിടെ 56 ദിവസം പ്രായമുള്ള 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി ജയിലിലേക്ക് പോയ വനിത ആര് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? എ.വി. കുട്ടിമാളുമ്മ. മറന്നു പോരുത്, കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക. ഓക്കെ, അടുത്ത 1936 മദ്രാസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എ.വി. കുട്ടിമാളുമ്മയെ 1936 എവിടേക്ക്? മദ്രാസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1940 സത്യാഗ്രഹത്തിനിടെ വീണ്ടും സത്യാഗ്രഹം നടത്തുന്നു. വീണ്ടും അറസ്റ്റ് വരികയും 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ 1940 സത്യാഗ്രഹത്തിനിടെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ വീണ്ടും സജീവമാവുകയും തമിഴ്നാട്ടിലെ അമരാവതി ജയിലിൽ 2 വർഷം തടവ് അനുഭവിക്കുകയും ചെയ്തു. ഓർത്തിക്കുക, 2 വർഷം തടവ് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതിനെ തുടർന്ന് തടവ് അനുഭവിക്കുകയാണ്. എവിടെ വെച്ചാണ്? തമിഴ്നാട്ടിലെ അമരാവതി ജയിലാണ്. 1944 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏത് വർഷം? 1944. അടുത്ത് 1946 വീണ്ടും മദ്രാസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1936 തിരഞ്ഞെടുക്കപ്പെട്ടു. 10 വർഷത്തിന് ശേഷം 1946 തിരഞ്ഞെടുക്കപ്പെട്ടു. 2008 കേരള സർക്കാർ അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി മെലീല രാജശേഖർ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി ഫിലിം കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ 2008 കേരള സർക്കാർ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി? എ.വി. കുട്ടിമാളു അമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി മെലീല രാജശേഖർ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററി ഫിലിം കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ മാതൃഭൂമി പബ്ലിക്കേഷന്റെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രചാർ സഭയുടെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച വനിതയാണ് എ.വി. കുട്ടിമാളുമ്മ. എ.വി. കുട്ടിമാളുമ്മ അന്തരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 1985 ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു.